നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു സാന്ത്വനം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സീരിയൽ നിർത്തുന്നത്. പ്രേക്ഷകർക്ക് ഇത് വളരെ വിഷമമുണ്ടാക്കുകയും ചെയ്തു. ബാലന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ സീരിയലിന് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സാന്ത്വനം സീരിയൽ പ്രേക്ഷകരെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഇതാ സാന്ത്വനം സീരിയൽ വീണ്ടും എത്തുകയാണ്. സംപ്രേഷണം ആരംഭിച്ചുവെന്ന സീരിയലിലെ നായികയായിരുന്ന അഞ്ജലി എന്ന കഥാപാത്രം ചെയ്ത ഗോപികയാണ് പങ്കുവച്ചത്. ഗോപികയുടെ സ്വന്തം ചാനലിലൂടെയും തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് താരം ഈ വിവരം അറിയിച്ചത്. എന്നാൽ സാന്ത്വനം പാർട്ട് 2 അല്ല എന്നും മറിച്ച് സാന്ത്വനം 1 തന്നെയാണ് മികച്ചതെന്നും അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ സാന്ത്വനം റീടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുമാണ് ഗോപിക അറിയിച്ചത്. എല്ലാവരും കാത്തിരുന്ന ആവേശകരമായ നിമിഷമാണിതെന്നും ഗോപിക തന്നെ കുറിച്ചു. സാന്ത്വനം വന്നതിന്റെ സന്തോഷവും ഗോപിക തന്നെ ആരാധകരെ അറിയിച്ചപ്പോൾ എല്ലാവർക്കും ഇരട്ടി സന്തോഷമായിരുന്നു. എല്ലാവരും കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത്. ഏഷ്യാനെറ്റ് ചാനലിലേക്ക് പലരും മെയിൽ വരെ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഏഷ്യാനെറ്റിലേക്ക് വിളിച്ച് സാന്ത്വനം ഒന്നുകൂടി റീടെലികാസ്റ്റ് ചെയ്യാമോ എന്ന് നിരവധി പേരാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിവനെയും അഞ്ജലിയെയും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചത്. എന്നാൽ ഗോപികയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. സാന്ത്വനം റീടെലികാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ആവേശഭരിതരായി തന്നെ കാത്തിരിക്കുകയാണ് തുടങ്ങി നിരവധി പേരാണ് അവരുടെ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുന്നത്. അതേസമയം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു സാന്ത്വനം പരമ്പര അവസാനിച്ചത്. 2020 സെപ്റ്റംബർ 21 ആരംഭിച്ച സാന്ത്വനം 2024 ജനുവരി 27 അവസാനിച്ചത്. പരമ്പര പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെടുന്നത്. 1000-ലധികം എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജീവ് ചെയ്ത ബാലനും ചിപ്പി ചെയ്ത ദേവിയുമായിരുന്നു. എന്നാൽ സജിൻ, ഗോപിക എന്നിവരുടെ ശിവൻ, അഞ്ജലി എന്നീ കഥാപാത്രങ്ങളായിരുന്നു ഏറെ ജനപ്രിയമായത്. ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ പ്രേക്ഷക പ്രീതി കാരണം ശിവാഞ്ജലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതേ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജുകളും രൂപപ്പെട്ടിരുന്നു. സീരിയൽ അവസാനിച്ചതോടെ അഞ്ജലിയുടെ വേഷം ചെയ്ത ഗോപിക ഗോവിന്ദ് പത്മസൂര്യെ വിവാഹം ചെയ്തു. ഇതിനിടെയാണ് ഏഷ്യാനെറ്റ് സാന്ത്വനം 2 എന്ന പേരിൽ പുതിയ സീരിയൽ ആരംഭിച്ചത്. ഇതോടെ സാന്ത്വനത്തിലെ എല്ലാ താരങ്ങളും 2ാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. സാന്ത്വനം 2ാം ഭാഗത്തിന്റെ പ്രൊമോയിൽ രാജീവിന്റെ കഥാപാത്രമായ ബാലൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമായാണ് സാന്ത്വനം 2ാം ഭാഗം എത്തിയത്. എന്നിരുന്നാലും തന്നെ സാന്ത്വനത്തിലെ താരങ്ങൾ 2ാം ഭാഗത്തിലെത്തും എന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ. അതേസമയം മുൻപ് ഗോപികയും സജിനെയും വെച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് അച്ചു സുഗന്ധ അറിയിച്ചിരുന്നു. ഗോപികയും സജിനും ഓൺ സ്ക്രീനിൽ ഒന്നിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഇപ്പോഴും ആരാധകർ ആഘോഷിക്കുന്നതാണ്. അത് തന്നെയായിരുന്നു അച്ചു സുഗന്ധ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും. പെണ്ണിനെ ഇഷ്ടായോ എന്ന സിനിമ ഒരു ഷോർട്ട് ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ല. 24 മിനിറ്റ് 18 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമ. മേക്കിംഗ് കൊണ്ടും പെർഫെക്ഷൻ കൊണ്ടും അത് അങ്ങനെ തന്നെയാണ്. സാന്ത്വനത്തിന്റെ സെറ്റിൽ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് പല കഥകളും അച്ചു ഗോപികയോടും രക്ഷാ ദല്ലുവിനോടും പറയുകയും അതൊരു തമാശ വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അച്ചുവിലെ സംവിധായകന് ഇതൊരു തമാശയല്ല എന്ന് ഈ ഷോർട്ട് ഫിലിം കാണുന്നതിലൂടെ മനസ്സിലാവൂ. ഓരോ ഫ്രെയിമിലും എന്ത് വേണം, എങ്ങനെ വേണമെന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള സംവിധായകന്റെ മിടുക്ക് ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു. ഈ കാലത്ത് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലാണ് കഥ മാറുന്നത്. സജിൻ ഗോപിക കോംബോ പിന്നെ പറയേണ്ടതില്ലല്ലോ. ശിവേട്ടന്റെ വേറൊരു വെർഷനാണ് ഇതിലെ പ്രസാദ് ഏട്ടൻ. അഞ്ജലിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശിവാഞ്ജലി ഫാൻസ് ആഗ്രഹിച്ചതെല്ലാം ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. പ്രസാദായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം സജിൻ തന്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയിട്ടുണ്ട്. വിജയ സുധൻ, ജെയിംസ് പാറയ്ക്കൽ തുടങ്ങി മറ്റു കഥാപാത്രങ്ങളും അഭിനയ പരിചയ സമ്പത്തുള്ളവരാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോണി ലോഷ്യസിന്റെ സംഗീതമാണ് എടുത്തു പറയേണ്ടത്. പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഈ ഷോർട്ട് ഫിലിമിന് ഒരു ഫീച്ചർ സിനിമയുടെ ക്വാളിറ്റി നൽകുന്നു. 2 പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. സംഗീതത്തിന് പ്രാധാന്യം നൽകിയൊരുക്കിയ ഒരു റൊമാന്റിക് ഷോർട്ട് ഫിലിമും ആണ് പെണ്ണിനെ ഇഷ്ടായോ. സംഗീതത്തിന് പുറമെ സിനിമയുടെ ക്വാളിറ്റിക്ക് മറ്റൊരു വലിയ കാരണം ഛായാഗ്രാഹകണവും എഡിറ്റിംഗുമാണ്. രജിൻ സാൻഡോ ഛായാഗ്രഹണവും അനന്തു എസ് വിജയ് ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു. ലൊക്കേഷനും സിനിമയുടെ ഭംഗി കൂട്ടുന്നു.